भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 838 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 20 അധ്യായത്തിൽ 16 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. 16 ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അഹോരാത്രൈ ഛിദ്യമാനം ബുദ്ധ്വായുർഭയവേപഥു മുക്തസംഗ പരം ബുദ്ധ്വാ നിരീഹ ഉപശാമ്യതി. അഹോരാത്രൈ, അഹസ്സും രാത്രിയും പകലും രാത്രിയും എന്ന കാലാവയവങ്ങളാൽ ആയുഹു ആയുസ് ഛിദ്യമാനം മുറിക്കപ്പെടുന്നതായിട്ട് ബുദ്ധ്വ അറിഞ്ഞിട്ട് ഭയവേപഥു പേടിച്ചു വിറച്ചും കൊണ്ട് മുക്തസംഗ ഈ ദേഹത്തിൽ ആസക്തി വയ്ക്കാതെ പരം ആ പരമമായിരിക്കുന്ന ദേഹത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ആത്മാവിനെ ബുദ്ധ്വ അറിഞ്ഞിട്ട് നിരീഹ ഉപശാമ്യതി പ്രവൃത്തിരഹിതനായിട്ട് ഉപശമിക്കണു എന്നാണ്. നേരത്തെ പറഞ്ഞു, മരം വീഴുന്നതിന് മുമ്പേ മരം വിട്ടുപോകുന്ന പക്ഷിയുടെ ആ രംഗത്തെ ഉദാഹരിച്ചും കൊണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പോൾ പക്ഷിക്കും വൃക്ഷത്തിനും തമ്മിൽ കാണിച്ച ഉദാഹരണം ഈ ശരീരത്തിനും ശരീരത്തിലിരിക്കുന്ന ജീവനും സംബന്ധിക്കുന്ന രീതി എങ്ങനെയാണ്? ദേഹമാണ് വൃക്ഷം, അതിനെ മുറിക്കുന്ന ആ മരം മുറിക്കാരൻ അതാണ് കാലാത്മാവായിരിക്കുന്ന പരമേശ്വരൻ. ദിവസവും രാത്രിയും അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളാണ്. ഈ ആയുധങ്ങൾ കൊണ്ട് മഹാദേവൻ ഈ വൃക്ഷത്തെ ജീവിതകാലത്തെ നിത്യേന കുറേശ്ശെ അപഹരിക്കുന്നു. അത് മനസ്സിലാക്കുക. ഞാൻ ഉടനെ നിരാശ്രയനായി തീരും എന്ന് ഭയപ്പെട്ട് വിറച്ച്
ഈ ദേഹത്തിലോ അതിൻ്റെ സംബന്ധികളിലോ ഉള്ള ഞാനെന്നും എൻ്റേതെന്നുമുള്ള ആസക്തി ഉപേക്ഷിക്കണം എന്നാണ്. അന്ത്യമായിരിക്കുന്ന ഒരു കാര്യവും ചിന്തിക്കാതെ താൻ ചെന്നു ചേരേണ്ടതും ദേഹഭിന്നവുമായിരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയണം. അങ്ങനെയായാൽ എന്നാൽ സർവസന്താപങ്ങളും തീർന്ന് പരമാനന്ദ പരിപൂർണനായി തീരും. അങ്ങനെ ചെയ്താൽ ഭൂമി വികാരമായിരിക്കുന്ന ശരീരമാകുന്ന രഥത്തെ ചലിപ്പിക്കുന്ന ആ പാർത്ഥസാരഥിയെ, നരന് എന്നും നാരായണനാണ് സാരഥി എന്ന് ഉറപ്പിച്ചും കൊണ്ട് സർവാത്മന ആ ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. നിർദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ധിം നതരേൽ സ ആത്മഹ. സുലഭം സ്വാധീനത്തിലിപ്പോൾ ഉള്ളതും, സുദുർലഭം ഏറ്റവും ദുർലഭവും, സുകൽപ്പം നല്ല ശക്തിയുള്ളതും, ഗുരുകർണധാരം ഗുരുവാകുന്ന തോണിക്കാരൻ ഉള്ളതും അമരക്കാരനുള്ളതും, അനുകൂലേന മയാ നഭസ്വത അനുകൂലനായിരിക്കുന്ന ഞാനാകുന്ന കാറ്റിനാൽ ഈരിതം സഞ്ചരിക്കപ്പെടുന്നതും, ആദ്യം ആദികാരണവുമായിരിക്കുന്ന നിർദേഹം പ്ലവം മനുഷ്യ ശരീരമാകുന്ന കപ്പലിനെ ലബ്ധ്വാപി കിട്ടിയിട്ടും പുമാൻ ഭവാബ്ധിം ന തരേൽ ഒരാൾ സംസാര സമുദ്രത്തെ കടക്കുകയില്ലെങ്കിൽ സ ആത്മഹ അവൻ ആരാണ്? തന്നെ താൻ ഹിംസിച്ചവൻ. ആത്മഹത്യക്ക് തുല്യമാണ് അവൻ്റെ ഈ പ്രവൃത്തി എന്നാണ്. മോക്ഷസാധനമാണ് മനുഷ്യദേഹം അല്ലേ? ഈ ക്ഷേത്രം, ഈ മനുഷ്യദേഹം മോക്ഷത്തിന് കാരണമാണ്, മോക്ഷഹേതുകമാണ്. അപ്പം അതുകൊണ്ട് ഈ മനുഷ്യദേഹം ലഭിച്ചിട്ടും മോക്ഷത്തിനായി ശ്രമിക്കാത്തവനെ ഭഗവാൻ വളരെ ഭംഗിയായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇവിടെ ഭഗവാൻ പറയുകയാണ്, സത്യത്തിൽ അവനെ നിന്ദിക്കുകയാണ് എന്ന് തോന്നത്തക്ക വിധത്തിൽ തനിക്ക് അവനോടുള്ള കാരുണ്യത്തെ കൂടി ഭഗവാൻ കാണിച്ചു. പരമപുരുഷാർത്ഥം സാധിക്കാൻ ആദ്യ സാധനമാണ് മനുഷ്യദേഹം. അതാണ് കപ്പൽ. ആ കപ്പൽ സ്വാധീനത്തിലിരിക്കുന്നു. അതിൻ്റെ കപ്പിത്താനായിട്ട് ഗുരുനാഥനുണ്ട്. അങ്ങനെ സംസാര സമുദ്രത്തെ കടക്കാൻ തന്നെ ശ്രമിക്കാത്തവൻ ദുഃഖസമുദ്രത്തിൽ മുങ്ങിപ്പോവും. അവസാനം അവന് തന്നെ മരണമൊരുക്കുന്നു, ഹിംസിക്കുന്നു. അവൻ ആത്മഹത്യ ചെയ്തവൻ തന്നെയാണ് എന്നാണ്. സുദുർലഭമായിരിക്കുന്ന ഈ കപ്പൽ ഇപ്പം സുലഭമായി കയ്യിൽ കിട്ടിയിരിക്കുന്നു. കപ്പലിന് നല്ല ബലമുണ്ട്, അതിന് ദോഷങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, സുഖമായിട്ട് കടക്കാൻ സാധിക്കും. ഗുരുവായൂരപ്പൻ തന്നെയായ ഗുരു ഒപ്പം കപ്പിത്താനായിട്ട് ഉണ്ട്. ഭഗവാന്റെ അനുകൂലമായ കാറ്റ്, വായു പുരേശൻ്റെ അനുഗ്രഹമാകുന്ന വായു, കാറ്റിങ്ങനെ വീശുന്നു. ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഈ ഭവാബ്ധിയെ കടക്കാതെ ഇതിൽ മുങ്ങാനിടവരുത്തുന്നത് സത്യത്തിൽ ആത്മദ്രോഹമല്ലേ, ആത്മഹത്യയല്ലേ? ഭഗവാൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ, സമയം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലേ? നേരത്തെ പറഞ്ഞു, ആ കാലമാകുന്ന അവയവം അല്ലെങ്കിൽ ആ വിവിധങ്ങളായ ആയുധങ്ങൾ നമ്മുടെ ആയുസ്സിനെ മുറിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സമുദ്രത്തെ കടക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മനുഷ്യ ധർമ്മമാണ് എന്ന് ഭഗവാൻ പറയുകയാണ്. സ ഹ്യാത്മഹാസ്വം വിനിഹന്ത്യ സദ്ഗ്രഹാൽ. ശരീരാഭിമാനം കൊണ്ട് ആത്മാവിനെ ദ്രോഹിക്കുന്നവനാണ് സത്യത്തിൽ ആത്മഹത്യ ചെയ്തവൻ. സാക്ഷാൽ ശങ്കരാചാര്യരുടെ വാണിയാണത്. അപ്പോൾ കേവലം ശരീരത്തെ നശിപ്പിക്കുന്നവൻ എന്ന രീതിയിലാണ് നമ്മൾ ആത്മഹത്യ എന്ന് പറയാറുള്ളത്. ഇതങ്ങനെയല്ല. ഈ ശരീരം ഇത്ര കിട്ടിയിട്ടും ശരീരാഭിമാനം കൊണ്ട് ആത്മാവിനെ ദ്രോഹിക്കുന്നവനാണ് യഥാർത്ഥ ആത്മഹത്യ ചെയ്തവൻ എന്ന് ഭാഗവതം ഭഗവാന്റെ വാക്കുകളായി, ശങ്കരാചാര്യസ്വാമികളുടെ വാക്കുകളായി ഓർമ്മിപ്പിക്കുന്നു. യദാരംഭേഷു നിർവിണ്ണോ വിരക്ത സംയതേന്ദ്രിയ അഭ്യാസേനാത്മനോ യോഗി ധാരയേദചലം മനാ. യോഗി ആരംഭേഷു, യോഗി കർമ്മങ്ങളിൽ
നിർവിണ്ണഹ വെറുപ്പ് വന്നവനും വിരക്ത ഫലങ്ങളിൽ ആസക്തിയില്ലാത്തവനും ആയി യഥ എപ്പോഴാണോ അങ്ങനെ ആവുന്നത് അപ്പോൾ സംയതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ അടക്കിയവനായി അഭ്യാസേന ആത്മനഃ മനഃ അഭ്യാസം കൊണ്ട് തൻ്റെ മനസ്സിനെ അചലം ധാരയിൽ ഇളക്കമില്ലാത്തതായിട്ട് ഭഗവാനിൽ എന്നിൽ ഉറപ്പിക്കണം. ഭഗവാൻ പറയുകയാണ്. ഇതുവരെ പറഞ്ഞത് കർമ്മയോഗമാണ്. ഇനി വിരക്തി വരാത്തവന് വിരക്തി വരാൻ ജ്ഞാനമോ ഭക്തിയോ ഉറയ്ക്കാൻ കർമ്മയോഗം ശ്രേഷ്ഠമാണെന്ന് കാണിച്ചുല്ലോ. ഇനി നല്ല വിരക്തി വന്നവന് എന്താ? അത് ഏറ്റവും നല്ലത് ജ്ഞാനയോഗമാണ് എന്ന് പറയാൻ പോവുകയാണ്. അപ്പം ജ്ഞാനം ഉറയ്ക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതും വർജിക്കേണ്ടതും ഉണ്ട്. അതാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ. യോഗി കർമ്മങ്ങൾ അല്പ സുഖപ്രദങ്ങളാണെന്നും ആത്യന്തികമായി കർമ്മങ്ങളിൽ നിന്ന് ദുഃഖം മാത്രമാണ് ഉണ്ടാവുന്നതെന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ, അതിൻ്റെ ഫലങ്ങളിൽ ആസക്തിയില്ലാതെയാവുമ്പോൾ, ഇന്ദ്രിയങ്ങളെ അടക്കി മനോവ്യാപാരത്തെ അന്യവിഷയങ്ങളിൽ നിന്ന് പിൻവലിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അപ്പോൾ ആത്മാവിൽ ഉറപ്പിക്കാൻ സാധിക്കും മനസ്സിന്. അങ്ങനെ വിഷയാശയില്ലാത്തത് കൊണ്ട് ഇതിന് ഒട്ടും വിഷമമുണ്ടാവില്ല എന്നുകൂടി ഭഗവാൻ പറയുന്നു. കാരണം വിഷയങ്ങളിൽ ആഗ്രഹം ഉണ്ടാകുമ്പോൾ മനസ്സ് അതിലേക്ക് പോകാൻ താല്പര്യപ്പെടും. എന്നാൽ വിഷയങ്ങളിൽ ആഗ്രഹമില്ല, അതിൻ്റെ ഫലങ്ങളിൽ ആഗ്രഹമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിനെ പിന്തിരിപ്പിക്കാനും ആ മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്തു വയ്ക്കാനും സാധിക്കും. ധാര്യമാണം മനോയർഹി ഭ്രാമ്യതാശ്വനവസ്ഥിതം അതന്ത്രിതോനുരോധേന മാർഗേണാത്മവശം നയേൽ. മനഃ മനസ്സ് ധാര്യമാണം എന്നിൽ ഉറപ്പിക്കപ്പെടുന്നുവെങ്കിലും യർഹി ആശു ഭ്രാമ്യത ചിലപ്പോൾ വളരെ പെട്ടെന്ന് മറ്റുള്ളവയിലേക്ക് ചലിക്കും. അനവസ്ഥിതം സ്യാൽ ഒരിക്കലും ഉറയ്ക്കാതെയാവും. അപ്പോൾ അതന്ത്രിത അനുരോധേന മാർഗേണ ഒട്ടും തന്നെ മടിക്കാതെ അനുസരിക്കുന്ന മാർഗത്തിൽ കൂടി ആത്മവശം തൻ്റെ സ്വാധീനത്തിലേക്ക് വരുത്തണം. അപ്പം ആദ്യം തന്നെ തികച്ചും ഉറച്ചു ധാരണയുണ്ടാവാൻ പ്രയാസമാണ്. കുറച്ചു നേരമൊക്കെ നിന്നു വരും. അപ്പം എന്താ ചെയ്യേണ്ടത്? ബഹുജന്മ വാസന കൊണ്ട് അല്പാൽപ്പം മനസ്സിന് വിക്ഷേപം വരും. അന്യവിഷയങ്ങളിലേക്ക് പോകാൻ മോഹിക്കും. അപ്പം മനസ്സിനെ അല്പാൽപ്പം അനുസരിക്കുക, അതിനെ തടസ്സപ്പെടുത്തേണ്ടതാണ്. ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ കുറേശ്ശെ കൊടുക്കുക. ബലമായി വലിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പം എന്തു വേണം? സാവധാനത്തിൽ മനസ്സിനെ സ്വാധീനപ്പെടുത്തണം. കുട്ടികളൊക്കെ വലിയ വാശിക്കാരാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? ആദ്യം കുറച്ച് ആ വാശി കുറയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അങ്ങനെ അത് കൊടുത്ത് അവരെ നമ്മുടെ വശത്താക്കി കഴിഞ്ഞാൽ പിന്നെ കൈപിടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോരും. അല്ലെങ്കിൽ വാശി കൊണ്ട് പിടിച്ചു വലിച്ച് നമ്മളെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നിലും ഉറയ്ക്കാതെ നശിച്ചു പോകാതെ മനസ്സിനെ കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് നമ്മുടെ ആ വശത്താക്കണം എന്ന് ഭഗവാൻ പറയുന്നു. മനോഗതിം ന വിസൃജേൽ ജിതപ്രാണോ ജിതേന്ദ്രിയ സത്വസമ്പന്നയാ ബുദ്ധ്യ മന ആത്മവശം നയേത്. മനോഗതി ന വിസൃജേൽ മനസ്സിൻ്റെ ഗതിയെ തടുക്കാതിരിക്കരുത്. ജിതപ്രാണനഃ പ്രാണനെ സ്വാധീനപ്പെടുത്തിയിട്ടും ജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ടും സത്വസമ്പന്നയ സത്വഗുണം വർദ്ധിച്ച ബുദ്ധി കൊണ്ട് മനഃ ആത്മവശം നയേൽ മനസ്സിനെ നമുക്ക് ആ സ്വാധീനത്തിൽ ആക്കണം എന്ന് പറയുന്നു. മനസ്സ് വിഷയങ്ങളിലേക്ക് പോകുന്നതിനെ സൂക്ഷിച്ചു നോക്കാതെയും തടുക്കാതെയും ഇരിക്കരുത്. രണ്ടും പാടില്ല എന്നാണ്. രണ്ടും അപകടത്തിന് കാരണമാകും. അങ്ങനെ ഇഷ്ടം പോലെ വിട്ടാൽ പഴയ പോലെ വിഷയങ്ങളിൽ താല്പര്യം വന്ന് ഭഗവാനിൽ താല്പര്യമില്ലാതെയോ. അപ്പോൾ ഈ സന്ദർഭത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണമെന്നാണ്. പ്രാണായാമാദികൾ അഭ്യസിക്കുക. അങ്ങനെ പ്രാണന്റെ ചലനം മനസ്സിൻ്റെ ചലനത്തിന് കാരണമാണെന്നുള്ളത് കൊണ്ട് ആദ്യം പ്രാണനെ സ്വാധീനപ്പെടുത്തി കഴിഞ്ഞാൽ ഈ മനസ്സിനെയും അതേപോലെ സ്വാധീനപ്പെടുത്താൻ സാധിക്കും. വിഷയങ്ങളിൽ ദോഷത്തെ കാണിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ ജയിക്കുക.
വിഷയങ്ങൾ ഇപ്പോൾ മദ്യപാനം, ഒരാൾക്ക് ആ വിഷയത്തിൽ വലിയ താല്പര്യമാണ്. അപ്പം അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അയാളെ ബോധവാനാക്കി അയാളെ മദ്യപാനത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാം. ഇങ്ങനെ ഓരോ കാര്യത്തിലും ഈ താല്പര്യമുള്ള ആളുകൾ അതിൻ്റെ ഗുണത്തെക്കുറിച്ച് ചിന്തിക്കും. അതിൽ നിന്ന് മോചനം നേടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷത്തെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോഴേ ഇത് മനസ്സിലാവും. സത്വഗുണത്തെ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തികൾ, ഭക്ഷണങ്ങൾ, താമസം ഇതൊക്കെ സ്വീകരിക്കുക. അന്നരസത്തെ അനുസരിക്കുക എന്നുള്ളത് ബുദ്ധിയുടെ ധർമ്മമാണ്. സാത്വികമായിട്ടുള്ള ഭക്ഷണമായി കഴിഞ്ഞാൽ ബുദ്ധിയിൽ സത്വഗുണം പ്രകാശിക്കും. ചാഞ്ചല്യം രജോ ഗുണത്തിൻ്റെ സ്വഭാവമാണ്. സത്വഗുണം വർദ്ധിക്കുമ്പോൾ ബുദ്ധിയുടെ ചാഞ്ചല്യം കുറയും. ക്രമേണ ക്രമേണ അത് ഇല്ലാതെയാവും. അപ്പോൾ നിർമ്മലമായ ബുദ്ധിക്ക് മനസ്സിനെ സ്വാധീനപ്പെടുത്താൻ എളുപ്പമാണ്, അതിന് ശക്തി ഉണ്ടാവും. ഇങ്ങനെ മനസ്സിനെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ആത്മവശമാക്കണം എന്നാണ്, നമ്മളിലേക്ക് ചേർത്ത് വയ്ക്കണം. ഏഷവൈ പരമോ യോഗോ മനസ സംഗ്രഹസ്മൃത ഹൃദയജ്ഞത്വമന്വിച്ഛൻ ദമ്യസ്യേവാർവതോ മുഹു. ഏഷാ മനസഹ സംഗ്രഹ, ഇങ്ങനെ മനസ്സിനെ സ്വാധീനപ്പെടുത്തുന്നത് പരമഹായോഗ, ഏറ്റവും പരമമായ യോഗമാണത് എന്ന് സ്മൃത നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ദമ്യസ്യ, ശാസിക്കേണ്ടതായ അർവതഃ, കുതിരയുടെ ഹൃദയജ്ഞത്വം, മനസ്സിനെ അറിയുക എന്ന അവസ്ഥയെ അന്വിച്ഛൻ ഇവ, അനുസരിക്കുന്നവനെ പോലെ. മനോഗതിയെ തീരെ എതിർക്കാതെ വെച്ച് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും. കുറേശ്ശെ അനുസരിക്കുക, കുറേശ്ശെ പിൻവലിക്കുക, അങ്ങനെ സ്വാധീനപ്പെടുത്തുക. ഈ യോഗമാർഗമാണ് ഏറ്റവും ഉത്കൃഷ്ടമായത്. ചില കുതിരകൾ ആർക്കും സ്വാധീനത്തിൽ വരുന്നില്ല, വെറുപിടിച്ച് ഓടുകയാണ് കുതിര. ആ കുതിരയെ നമ്മൾ മെരുക്കി ആ കുതിരയെ വാഹനമാക്കി സഞ്ചരിക്കുന്നവനോ ആ കുതിരയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കുറേശ്ശെ കുറേശ്ശെ അനുസരിക്കും. കടിഞ്ഞാൺ മുറുകെ പിടിക്കും, തൻ്റെ ആഗ്രഹമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ കുതിരയും മനസ്സും ഒരുപോലെയാണ്. പലയിടത്തും പറയാറുണ്ട് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ് മനസ്സ് ഓടുക എന്നുള്ളത്. അപ്പോൾ കുതിരയും മനസ്സും തുല്യമാണ്. ആ കുതിരയെ നിയന്ത്രിക്കുന്ന സാരഥിയാണ് ബുദ്ധി എന്നുള്ളത്. ബുദ്ധി നേരാവണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സ് നേർവഴിക്ക് പോകും. അങ്ങനെ പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷം ആ സവാരിക്കാരനെത്തുവാനുള്ള സ്ഥലം ആണ് എന്നും പറയുന്നു. അപ്പോൾ യോഗി അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള രീതി അവിടെ വെളിപ്പെടുത്തി. ശ്രദ്ധയും സ്ഥിരതയും സൂക്ഷ്മദൃഷ്ടിയും ഒരു യോഗിക്ക് അത്യാവശ്യമാണ് എന്ന് പറയുന്നു. സാഖ്യേന സർവഭാവാനാം പ്രതിലോമാനുലോമത ഭവാപ്യയാവനുധ്യായേൽ മനോ യാവൽ പ്രസീദതി. സാഖ്യേന, തത്വവിവേകം കൊണ്ട്, സർവഭാവാനാം ഭവാപ്യയൗ, എല്ലാ പദാർത്ഥങ്ങളുടെയും ഉൽപ്പത്തി ലയങ്ങളെ പ്രതിലോമാനുലോമത, പ്രതിലോമം അനുലോമം എന്ന ക്രമത്തിൽ മനഃ, മനസ്സ് യാവത് പ്രസീദതി അനുധ്യായേൽ, മനസ്സ് തെളിയുന്നതുവരെ ഇതിന് ചിന്തിക്കണം എന്നാണ്. മനസ്സല്പം സ്വാധീനമായി വന്നാൽ ഇനി എന്തു ചെയ്യണം? മനസ്സിൻ്റെ ചാഞ്ചല്യം, അതിൻ്റെ കലക്കം, അതേപോലെ സ്ഥിരത, അതിൻ്റെ പ്രസാദം. അപ്പം മനസ്സിൻ്റെ പ്രസാദം സിദ്ധിക്കുന്നത് വരെ അതിനെ പ്രവർത്തിക്കുക. ആരുടെ പ്രസാദമുണ്ടായാൽ പരമസൗഖ്യം ഉണ്ടാവുമോ ആ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് തന്നെ സുഖകാംക്ഷയുള്ളവൻ്റെ ലക്ഷണമാണ് എന്ന് പറയുന്നു. സുഖകാംക്ഷയുള്ള ആൾ, അപ്പോൾ വിഷയാശ തീരെ ഇല്ലാതെയായാൽ മനസ്സിൻ്റെ ചാഞ്ചല്യമില്ലാതെയാവും. ആ നിലയിലേക്ക് എത്താൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷയങ്ങൾ നാശമുള്ളതാണ് എന്ന് ബോധ്യപ്പെടണം, മനസ്സിനെ ബോധ്യപ്പെടുത്തുകയും വേണം. അതിനുള്ള മാർഗം മഹത്തത്വം, അഹങ്കാരം, ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് ഓരോന്നായി ഉത്ഭവിച്ച ക്രമം. അതിനുശേഷം ആ ഭൂമി ജലത്തിലും ജലം തേജസ്സിലും ഇങ്ങനെ കാര്യം കാരണത്തിൽ ലയിച്ചു ലയിച്ച് ലോകം തീരെ നശിക്കുന്ന സമ്പ്രദായത്തെ അനുലോമമായും പ്രതിലോമമായും അതിനെ വേണ്ടതുപോലെ ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഈ അറിവ് വയ്ക്കുമ്പോൾ മനസ്സാഗ്രഹിക്കുന്ന എല്ലാ വിഷയങ്ങളും നശിക്കുന്നതാണ് എന്ന ബോധ്യത്തിലേക്ക് ഒരു മനുഷ്യൻ
എത്തിച്ചേരും. അങ്ങനെ വരുമ്പോൾ എല്ലാ വിഷയങ്ങളും നശിക്കുന്നതാണ് എന്ന് അടിയുറയ്ക്കുന്നതോടുകൂടി വിഷയാഗ്രഹം, വിഷയങ്ങളിലുള്ള താല്പര്യം ഇല്ലാതെയാവും. ഒരു വസ്തു നമ്മൾ കണ്ടു, അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചു, നല്ല വിലയുണ്ട്, 5000-6000 രൂപ വിലയുണ്ട്. ഇപ്പോൾ ചോദിച്ചു ഇത് എത്ര കാലം നിലനിൽക്കും? അപ്പോൾ പറയും അത് മാത്രം പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത് കേൾക്കുന്നതോടുകൂടി എന്തായി? ഇതിലുള്ള ആഗ്രഹം കുറയും. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും നശിക്കാവുന്നതാണ്. ഇതേപോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥയും. മനുഷ്യന് എപ്പോൾ വേണമെങ്കിൽ ഇല്ലാതെയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ പറയണു, അതുകൊണ്ട് ഈ വിഷയാഗ്രഹങ്ങൾ ഇല്ലാതെയാകുന്നതിനെയാണ് ദൃഢവൈരാഗ്യം എന്ന് പറയുന്നത്. ഈ സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ മനഃപ്രസാദം ഉണ്ടാവും. ഇളക്കമില്ലാത്ത ജലാശയം പോലെ, വളരെ ശാന്തമായ ഒരു കുളം പോലെ ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇതൊക്കെ ശാന്തമാവുകയും ചെയ്യും. ഈ ശാന്തിയിലേക്ക് എത്തുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ ഉദ്ധവനെ ഉപദേശിക്കുന്നു. ആ 22ാമത്തെ ശ്ലോകത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. 23ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഈ 20ാമത്തെ അധ്യായം ഇവിടെ പറയുന്നു, ജീവൻ മുക്തി നിരൂപണ പ്രകരണത്തിൽ ഭക്തിയാദി യോഗത്രയ നിരൂപണമാണ്. ഭക്തി, ജ്ഞാനം, കർമ്മം, ഈ യോഗത്രയങ്ങൾ അതാണ്. അതിൽ ജ്ഞാനയോഗത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് ഭാഗങ്ങൾ 23ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുര
പുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ
മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.